നീ ഏതൊരു മാൻഷനൊക്കെ പണിതിട്ടുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ മാൻഷൻ അതിന്റെ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാൻഷൻ ഇല്ലേ, ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ് പൂത്തി വെച്ചേക്ക്. പിന്നെ നിന്റെ ഈ ഹായ് ഗൈസ്, ഐ എം ബിജു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിജോ വേഴ്സസ് റോക്കി ഒരു WWE ചാമ്പ്യൻഷിപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള പരിപാടികളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ അരങ്ങേറുന്നതിനിടയിലും നമ്മുടെ ഹസി റോക്കിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എവിടെ പോയി എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ അറിവും കിട്ടുന്നില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ സിജോ വീണ്ടും ഇതാ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. സിജോ വന്നൊരു സമയം ഒരു ലേറ്റായി പോയി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിന് മുമ്പേ വരണമായിരുന്നു. ഇവ ഇറങ്ങിയ ദിവസം തന്നെ ഈ പരിപാടി കാണുമ്പോൾ എൻ്റെ അടുത്ത ദിവസം ഇവനെതിരെയുള്ള അടി അടിക്കേണ്ട കാര്യമായിരുന്നു. കാരണം ഇവൻ ബിഗ് ബോസിനുള്ളിൽ കാണിച്ച ഒരു പ്രവൃത്തി, അതായത് ഒരാളെ ഈ പറയുന്ന ഇടിച്ചതിന് ശേഷം പുറത്തേക്ക് വന്ന ആ ഒരു പ്രവൃത്തി, അത് ലോകത്തിലെ എല്ലാവരും ചെയ്യുന്ന ഒരു മഹത് കർമ്മമാണെന്നും പറഞ്ഞുകൊണ്ട് വന്ന് വെള്ളയടിക്കുന്നതിന് ഒരു പരിധിയില്ലായിരുന്നു. ഒരു ആദ്യമൊന്നും ക്ഷമ പറയത്തതേ ഇല്ലായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് ബിഗ് ബോസിൽ തീർന്നതിന് ശേഷമാണ് പല വ്യക്തികളും ഇവനെ ഇന്റർവ്യൂവിനും പല കാര്യങ്ങൾക്കും വിളിക്കാതായതിനെ തുടർന്നായിരിക്കാം അതിനുശേഷം ഒരു ക്ഷമയൊക്കെ പറയുന്നത്. സിജോ, നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി എന്നൊരു കാര്യം. അവൻ്റെ സോറി ആർക്ക് വേണം അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നത് സോറി ചെയ്തത് തെറ്റായി എന്ന് നിനക്ക് മനസ്സിലാക്കി മാത്രം സോറി പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ മുമ്പിലത്തെ വീഡിയോയിലായാലും ശരി, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന വ്യക്തികളായാലും ശരി, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, സിജോയ്ക്ക് ഇത്രയും വലിയൊരു പണി കിട്ടിയിട്ട് സിജോ ഇതിനെപ്പറ്റി എന്താ പ്രതികരിക്കാതെ, അല്ലെങ്കിൽ സിജോ ഇങ്ങനെ ഇതങ്ങ് വിട്ടോ, ഇതങ്ങ് കളഞ്ഞോ? കാരണം ഒരു കേസും ഇല്ല, ഒന്നുമില്ല. ഇടിച്ച അവന് വലിയ ക്രെഡിറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ പൂച്ചണ്ടും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന കണക്കാണ് ഹസി റോക്കി ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സിജോയുടെ ഒരു വീഡിയോ വരുന്നത്. നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. റോക്കിയുടെ സോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും 2 വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 16ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺഫറൻസ് റൂമിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര രൂപയാടാ? കാരണം നീ തന്നെയാണല്ലോ മാലയ്ക്ക് കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. എനിവേ, സംഭവമൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 10-28ഓളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ, നീ എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. എന്റെ മോനെ, നീ അത് ചെയ്തോ? എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും, അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോണ്ടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത്, ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ അതൊന്നും അസി റോക്കി സംബന്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല സിജു, അത് മനസ്സിലാക്കുക. അസി റോക്കി, പേരിനടുത്ത് റോക്കി എന്നുള്ള പേര് തന്നെ കണ്ടില്ല. അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാൻ ബാധ്യസ്ഥതയുള്ള ഒരു വ്യക്തിയെ അല്ല പുള്ളിക്കാരൻ. കുണുവാവക്ക് നന്നായിട്ട് അറിയാം, അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ 100 ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു 92ാം ദിവസം പുറത്തിറങ്ങുന്നു, ഫിനാലെല്ലാം കഴിയുന്നു, നിന്നെ അവിടേക്ക് വിളിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താനെന്ന രീതിയിൽ ഈ പൊറോട്ട് നാടകം, ഉളുപ്പില്ലാത്ത ഈ സോറി പറച്ചില്, അത് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യൻ, ഒരു പട്ടിക്കുഞ്ഞു പോലും ഇവനെ വിളിക്കുന്നില്ല എന്ന് കണ്ടപ്പം ഇവൻ കാണിച്ചു കൂട്ടിയൊരു പരിപാടി തന്നെ. അല്ല, എല്ലാവരും വിളിക്കുന്നുണ്ടെന്നൊന്നും പറയില്ല. ഇവന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂ. ആ ഒരു ഇന്റർവ്യൂ, അതായത് ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ഷൂട്ടിൽ ഒരു പെൺകുട്ടി എടുക്കുന്ന ഒരു വീഡിയോ. ഈ വീഡിയോ കണ്ടവർക്കറിയാം ഇവനെ എത്ര പേര് അപ്പോൾ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഇവന്റെ ഈ കാണിച്ചൊരു ആക്ട് ഉണ്ടല്ലോ, ആ ആക്ടിൽ ആകർഷ്ടരായിട്ടുണ്ടെന്നുള്ള കാര്യം. ആകർഷ്ടരായിട്ടുണ്ട് ഉള്ള കാര്യം തന്നെ. ആ പിള്ളേരിപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈ തിങ്കളാഴ്ച സ്കൂളിൽ ചെല്ലുമ്പോഴത്തേന് ടീച്ചർ അല്ലെങ്കിൽ അടിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരുള്ളൂ. അതിന് മേപ്പോട്ടുള്ള പിള്ളേർക്ക് അല്പം സ്വയബോധം ഉള്ളവർക്കൊന്നും ആയിരിക്കത്തില്ല. അതായത് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി വന്നതിന് ശേഷമുള്ള പിള്ളേർ. അതിന് മുമ്പുള്ളവർ ചെറിയ നിക്കറിട്ട്, സോക്സ് ഇട്ട്, അമ്മ വന്ന് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നിക്കറൊക്കെ പിടിച്ച് ഇടിപ്പിക്കും, ടൈയൊക്കെ ഇടിപ്പിക്കുന്ന പിള്ളേരില്ലേ, അവർക്കിപ്പം ഹീറോ ആയിരിക്കും. മറ്റേ ബാലരമയ്ക്കകത്തൊക്കെ കാണുന്ന, അല്ലെങ്കിൽ പൊക്കിമോ എന്നൊക്കെ പറയത്തില്ല, അത്തരത്തിൽ റോക്കി ഭായ് നീ നടത്തുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ പോലെ മണ്ടനായി പോയില്ലടാ. അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാവയുടെ ആ സോറി അത് വേണ്ട. നീ ഏതൊരു മാൻഷനൊക്കെ പണിതിട്ടുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ മാൻഷൻ അതിന്റെ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാൻഷൻ ഇല്ലേ, ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ്
പൂത്തി വെച്ചേക്ക്. പിന്നെ നിന്റെ ഈ കലാപരിപാടി ഒന്നും നിർത്തല്ലേ കേട്ടോ, കിണ്ണം സാധനമാണ്. എനിക്ക് ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസ് എടുത്ത് ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞ എന്റെ കുണുവാവേ, നീ നമ്മുടെ ബിഗ് ബോസിൽ വരേണ്ട ആളൊന്നും അല്ലായിരുന്നു. നീ ശരിക്കും വരേണ്ടത് ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാഴ്സിലായിരുന്നു. കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നിനക്കത് ഭയങ്കര മാസമായിരിക്കും, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നുണ്ട്. ഇത്രയും മാസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഈ വിവരക്കേട് കാണിച്ചു വിട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല. എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും ബൊക്കെയൊക്കെ വാങ്ങിച്ചിടുന്നു. ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു. അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് 5-6 പേരെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ റോക്കി അവന്റെ ലൈവ് ചാറ്റിനകത്ത് ഈ പറഞ്ഞ സന്തോഷ് വർക്കിയെയും മറ്റേ ആ തുള്ളുന്നവനെയും ഇവനെ കൂടെ പിടിച്ചിരുത്തിയതിന്റെ ആ ഒരു അവന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. സ്പോൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു. 10 ലക്ഷം രൂപയ്ക്ക് കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു. ഇന്റർവ്യൂവില് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു. പിന്നെ ഈ പറയപ്പെടുന്ന കുണുവാവയുടെ കൂടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് ആ ചലഞ്ചേഴ്സിന്റെ പരിപാടി കണ്ടവർക്കറിയാം, ആ ചലഞ്ചേഴ്സ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ അവൻ തൂറി നാറി പോകേണ്ട പരിപാടിയായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. അതിശയൊന്നുമില്ല. ഈ പുട്ടുകുത്തിക്കകത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരുത്തുന്നത്. സ്വാഭാവികമായിട്ട് അവരും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് വിളിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത്. പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു അഭ്യർത്ഥന ഉള്ളത്, ഈ വിവരക്കേട് ഈ കുണുവാവക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മാനേജറോ പിഎയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ രാജിവെച്ച് പോകരുത്. ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കണം, ഞങ്ങൾക്ക് ചിരിക്കണം. അതുകൊണ്ട് എന്തായാലും മോന്റെ ആ സോറി അങ്ങ് കയ്യിൽ തന്നെ വെച്ചോ. വിവരക്കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഈ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത് ഇനിയും തുടർന്നു പോവുക. പിന്നെ അവിടെ വെച്ച് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഷോയ്ക്ക് എപ്പോഴും പാലിക്കേണ്ട ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറം ഞാനൊരു ഉണ്ടയും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെപ്പറ്റി വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പൊ എന്തായാലും മോന്റെ ആ സോറി മോനെടുത്ത് അങ്ങ് മടക്കി വെച്ചേ കേട്ടാടാ കുണുവാവ കുട്ട. അങ്ങനെ റോക്കി അർഹിച്ച മറുപടി എന്തായാലും റോക്കി കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും അർഹതയ്ക്കുള്ള അംഗീകാരം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എടിച്ച് കയ്യിൽ വെച്ചേക്കുക. കാരണം ഇത് വേണം. അതിന് മുമ്പേ എന്തൊക്കെ ഇന്റർവ്യൂവിൽ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, ഞാൻ ചെയ്ത വലിയ പ്രവൃത്തിയാണെന്നുള്ള കാര്യം. ഇതെങ്കിലും അല്പമെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്പമെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ കിട്ടിയ ഇടിക്ക് ഒരു വിലയില്ലാതായി പോകും മനുഷ്യ.